അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആളുകൾ നിങ്ങളോട് എന്നേക്കുമായി പെരുമാറുന്ന രീതിയെ അക്ഷരാർത്ഥത്തിൽ മാറ്റിയേക്കാം. ഞാൻ അല്പം പോലും അതിശയോക്തി കാണിക്കുന്നില്ല. രാജാക്കന്മാർ പോലും അത് ഉപയോഗിക്കുന്നത്ര ശക്തമായ ഒരു ആയുധമുണ്ട്. കോടീശ്വരന്മാർ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നു. ഏതു മുറിയിലെയും ഏറ്റവും ആദരണീയരായ ആളുകൾ അതിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. എന്നാൽ ഇതാ ഇരുണ്ട സത്യം. മിക്ക ആളുകളും ഈ വൈദഗ്ധ്യം ഒരിക്കലും പഠിക്കില്ലെന്ന് ആരും സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സാധൂകരണം പിന്തുടരും, ശ്രദ്ധയ്ക്കായി യാചിച്ചു കൊണ്ടിരിക്കും. അവരുടെ സമയത്തിൻ്റെ ഒരു നിമിഷം പോലും അർഹിക്കാത്ത ആളുകളാൽ വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അതേ ചക്രത്തിൽ കുടുങ്ങിപ്പോയേക്കാം. എന്നാൽ നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ വർഷങ്ങളോളം വേദനയും തിരസ്കരണവും ക്രൂരമായ സ്വയം കണ്ടെത്തലും എനിക്ക് മനസ്സിലാക്കാനെടുത്ത ഒന്നുമായി നിങ്ങൾ അകന്നു പോകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതാളുകളെ അവഗണിക്കുന്ന കലയാണ്, മനുഷ്യ മനഃശാസ്ത്രത്തിലെ ഏറ്റവും ക്രൂരമായ ശക്തി. എന്നെ വിശ്വസിക്കൂ, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ബന്ധങ്ങളോ ബഹുമാനമോ നിങ്ങളുടേതോ കാണാൻ കഴിയില്ല. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. നമുക്കവനെ ജെയ്ക്ക് എന്ന് വിളിക്കാം. എന്നാൽ ഒരു ദിവസം ഭയാനകമായൊരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തിന് അദൃശ്യനായിരുന്നു. ഞാൻ വേണ്ടത്ര കഴിവുള്ളവനല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അപ്പോഴാണ് എല്ലാം മാറ്റിമറിച്ച ഈ ഇരുണ്ട മനഃശാസ്ത്ര തത്വത്തിൽ ഞാൻ ഇടറി വീണത്. മനുഷ്യർ വിരളമായതിനെയും ലഭിക്കാൻ പ്രയാസമുള്ളതിനെയും അവർ വിളിക്കുമ്പോഴെല്ലാം ഓടി വരാത്തതിനെയും വിലമതിക്കാൻ നിർബന്ധിതരാകുന്നു. നിങ്ങളെപ്പോഴും ലഭ്യമാകുമ്പോൾ, എപ്പോഴും പ്രതികരിക്കുമ്പോൾ, എപ്പോഴും പിന്തുടരുമ്പോൾ നിങ്ങളുടെ സമയം, ഊർജം, നിങ്ങളുടെ മുഴുവൻ അസ്തിത്വം എന്നിവ അവരെക്കാൾ വിലപ്പെട്ടതല്ലെന്ന് നിങ്ങളറിയാതെ ആളുകളോട് പറയുന്നു. അവരത് വിശ്വസിക്കുന്നു. അവർ ദുഷ്ടരായതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. എളുപ്പത്തിൽ വരുന്നതിനെ നമ്മൾ ബഹുമാനിക്കുന്നില്ല. വലിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ നാം അമിതമായി ആസക്തരാകുന്നു. ചിന്തിക്കുക അതിനെക്കുറിച്ച്. മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു മെസ്സേജ് അയക്കുന്ന, എല്ലാ ചെറിയ കാര്യങ്ങളിലും പ്രതികരിക്കാത്ത, പൂർണ്ണമായും അസ്വസ്ഥനായി തോന്നുന്ന ആ വ്യക്തി നിങ്ങളുടെ തലയിൽ ജീവിക്കുന്നു. വാടകക്കാരി. എന്തുകൊണ്ട്? കാരണം അവരുടെ നിശബ്ദത ഒരു ശൂന്യത സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ തലച്ചോറിന് അനിശ്ചിതത്വം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അത് വിടവുകൾ നികത്താൻ തുടങ്ങുന്നു, കഥകൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നു. മിക്ക ആളുകളും അവരെല്ലാ ദിവസവും തങ്ങളുടെ ശക്തി ഉപേക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. മണിക്കൂറുകൾ എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾ തൽക്ഷണം മറുപടി നൽകുമ്പോഴെല്ലാം, നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ തീരുമാനിച്ച ആളുകളോട് നിങ്ങൾ സ്വയം വിശദീകരിക്കുമ്പോഴെല്ലാം, നിശബ്ദമായി നടന്നു പോകുന്നതിന് പകരം അനാദരവിനോട് പ്രതികരിക്കുമ്പോഴെല്ലാം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ കൈമാറുകയാണ്. ഉറക്കം. ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണെന്ന് എനിക്കറിയാം. കാരണം ഞാനും അവിടെ പോയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് അത് രസകരമാകുന്നത്. നിങ്ങൾ തന്ത്രപരമായ നിശബ്ദത പരിശീലിക്കാൻ തുടങ്ങുന്ന നിമിഷം എന്തോ ഒന്ന് മാറുന്നു. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അവർ നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. നിങ്ങളെ നിസ്സാരമായി കരുതിയിരുന്നവർ പെട്ടെന്നുണരും. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്യാരണ്ടി അല്ല, നിങ്ങളൊരു ചോദ്യചിഹ്നമാണ്. ചോദ്യചിഹ്നങ്ങൾ മനുഷ്യ മനസ്സിന് അപ്രതിരോധ്യമാണ്. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രായോഗിക ചട്ടക്കൂട് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. ആദ്യം കോൾഡ് ഇഗ്നോറിങ്ങും വാം ഇഗ്നോറിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കോൾഡ് ഇഗ്നോറിംഗ് എന്നാൽ നിങ്ങൾ ഒരാളെ പൂർണ്ണമായും വിച്ഛേദിക്കുമ്പോഴാണ്. പ്രതികരണമില്ല, അംഗീകാരമില്ല, ഒന്നുമില്ല. വിഷലിപ്തരായ ആളുകൾക്കും എനർജി സഹപ്രവർത്തകരെ പോലെ നിങ്ങൾക്ക് പൂർണ്ണമായും വിച്ഛേദിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇത് മനോഹരമായി പ്രവർത്തിക്കുന്നു. അകന്ന കുടുംബം അല്ലെങ്കിൽ പരിചയക്കാർ. താക്കോൽ പൊരുത്തപ്പെടുത്തൽ ഊർജമാണ്. ആരെങ്കിലും നിങ്ങൾക്ക് 20% നൽകിയാൽ നിങ്ങൾ അവർക്ക് 15% നൽകുന്നു.
ഒരിക്കലും കൂടുതലാകരുത്, ഒരിക്കലും പൊരുത്തപ്പെടരുത്. എല്ലായ്പ്പോഴും അല്പം കുറവ്. ചലനാത്മകത എത്ര വേഗത്തിൽ മാറുന്നുവെന്ന് കാണുക. ഇപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് വെറും കളികളല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ എന്തോ മനസ്സിലാക്കുന്നതുവരെ ഞാനും ഇതേ കാര്യം ചിന്തിച്ചിരുന്നു. ഇത് ഗെയിമുകളെക്കുറിച്ചല്ല, ഇത് അതിരുകളെക്കുറിച്ചാണ്. എല്ലാവരുടെയും വൈകാരിക മാലിന്യമാകുന്നത് നിങ്ങൾ നിർത്തുമ്പോൾ, എല്ലാ പ്രകോപനങ്ങളോടും നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ യുദ്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ സ്വയം സംരക്ഷിക്കുകയല്ല. പൂർണ്ണത അനുഭവിക്കാൻ നിങ്ങളുടെ അംഗീകാരം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയേക്കാൾ ശക്തമായ മറ്റൊന്നുമില്ല. മിക്ക ആളുകൾക്കും നഷ്ടമാകുന്ന മറ്റൊരു പാളി ഇതാ. അവഗണിക്കുന്ന കലയിൽ നിങ്ങൾ പ്രാവീണ്യം നേടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ്. പ്രതികരിക്കാനും പ്രശ്നമില്ലാത്ത ഒരാളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുമുള്ള പ്രേരണയെ നിങ്ങൾ ചെറുക്കുമ്പോഴെല്ലാം നിങ്ങൾ വൈകാരിക പേശികൾ നിർമ്മിക്കുകയാണ്. നിങ്ങളതിലുണ്ടെന്ന് നിങ്ങൾ സ്വയം തെളിയിക്കുകയാണ്. നിങ്ങളുടെ പ്രേരണകളെയോ നിങ്ങളുടെ അരക്ഷിതാവസ്ഥകളെയോ അല്ല. എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഉള്ളിലെ നിരാശാജനകമായ ശബ്ദത്തെയോ നിയന്ത്രിക്കരുത്. ആ ആത്മനിയന്ത്രണമാണ് യഥാർത്ഥ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ. വ്യാജ ആത്മവിശ്വാസമല്ല, മുഖംമൂടി പോലെ നിങ്ങൾ ധരിക്കുന്ന തരത്തിലുള്ളതല്ല. മറിച്ച് യോഗ്യനാണെന്ന് തോന്നാൻ നിങ്ങൾക്ക് ബാഹ്യ സ്ഥിരീകരണം ആവശ്യമില്ലെന്നറിയുന്നതിൽ നിന്ന് വരുന്ന ആഴത്തിലുള്ള അചഞ്ചലമായ തരം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇത്രയും ദൂരം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്ക ആളുകളെയും പോലെയല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് അപൂർവമാണ്. അവരുടെ കംഫർട്ട് സോണിനെ എന്തെങ്കിലും വെല്ലുവിളിക്കുന്ന നിമിഷം മിക്ക ആളുകളും ഒഴിഞ്ഞുമാറുന്നു. പക്ഷേ നിങ്ങളിപ്പോഴും ഇവിടെയുണ്ട്. അത് നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമുള്ളവനാണെന്ന് എന്നോട് പറയുന്നു. അവസാനം വരെ കാണുന്ന വ്യക്തി സാധാരണയായി യഥാർത്ഥത്തിൽ നടപടിയെടുക്കുന്ന വ്യക്തിയാണ് എന്നതിനാൽ ഈ നിമിഷം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളിത് എങ്ങനെ കാണുന്നു എന്നതിനെ പൂർണ്ണമായും പുനർനിർമ്മിക്കുന്ന ഒരു ആശയം കൂടി ഞാൻ പങ്കുവെക്കട്ടെ. ഇടയ്ക്കിടെയുള്ള ബലപ്പെടുത്തൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനഃശാസ്ത്ര തത്വമുണ്ട്. അത് അതേ സംവിധാനമാണ്. അത് ചൂതാട്ടത്തെ ആസക്തി. ആളുകൾക്ക് നിങ്ങളെ ഒരു പെട്ടിയിൽ ഒതുക്കാൻ കഴിയില്ല. അവർക്ക് നിങ്ങളെ പ്രവചിക്കാൻ കഴിയില്ല. ആ പ്രവചനാതീതത കാന്തികമാണ്. എന്നാൽ ഇത് ഉപയോഗിക്കാനുള്ള പക്വമായ മാർഗമിതാ. നിങ്ങൾ ഗെയിമുകൾ കളിക്കുന്നതിനാൽ ലഭ്യമല്ലാതിരിക്കുക. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ ലഭ്യമല്ലാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഭാവി എന്നിവയിൽ പ്രവർത്തിക്കുക. ആളുകളുടെ നിരന്തരമായ എത്തിച്ചേരലിൽ നിന്ന് നിങ്ങൾ ഇല്ലാതാകുന്നത് നിങ്ങളുടെ വളർച്ചയുടെ സ്വാഭാവിക ഉപോൽപ്പന്നമായി മാറുന്നു, ഒരു തന്ത്രമല്ല. ഇപ്പോൾ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യത്തോടെ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പറയേണ്ടതുണ്ട്. നിങ്ങൾ അവഗണിക്കാൻ ഏറ്റവും ഭയപ്പെടുന്ന ആളുകൾ സാധാരണയായി നിങ്ങൾ ഏറ്റവും അവഗണിക്കേണ്ട ആളുകളാണ്. ആ സുഹൃത്ത് നിങ്ങളെ ചെറുതാക്കുന്നു. വീണ്ടും പോകാൻ വേണ്ടി മാത്രം തിരിച്ചു വരുന്ന ആ മുൻ കാമുകൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്ന ആ കുടുംബാംഗം. അവരിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നു, അല്ലേ? പക്ഷേ ആ ഭയമാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ആളുകൾക്ക് നിങ്ങളെ ഒരു പെട്ടിയിലൊതുക്കാൻ കഴിയില്ല. അവർക്ക് നിങ്ങളെ പ്രവചിക്കാൻ കഴിയില്ല. ആ പ്രവചനാതീതത കാന്തികമാണ്. എന്നാൽ ഇതുപയോഗിക്കാനുള്ള പക്വമായ മാർഗം ഇതാ. നിങ്ങൾ ഗെയിമുകൾ കളിക്കുന്നതിനാൽ ലഭ്യമല്ലാതിരിക്കുക. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ ലഭ്യമല്ലാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഭാവി എന്നിവയിൽ പ്രവർത്തിക്കുക. ആളുകളുടെ നിരന്തരമായ എത്തിച്ചേരലിൽ നിന്ന് നിങ്ങൾ ഇല്ലാതാകുന്നത് നിങ്ങളുടെ വളർച്ചയുടെ സ്വാഭാവിക ഉപോൽപ്പന്നമായി മാറുന്നു, ഒരു തന്ത്രമല്ല. ഇപ്പോൾ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യത്തോടെ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പറയേണ്ടതുണ്ട്.
പക്ഷേ പറയേണ്ടതുണ്ട്, നിങ്ങൾ അവഗണിക്കാൻ ഏറ്റവും ഭയപ്പെടുന്ന ആളുകൾ സാധാരണയായി നിങ്ങൾ ഏറ്റവും അവഗണിക്കേണ്ട ആളുകളാണ്. ആ സുഹൃത്ത് നിങ്ങളെ ചെറുതാക്കുന്നു. വീണ്ടും പോകാൻ വേണ്ടി മാത്രം തിരിച്ചുവരുന്ന ആ മുൻ കാമുകൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്ന ആ കുടുംബാംഗം, അവരിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നു, അല്ലേ? പക്ഷേ ആ ഭയമാണ് നിങ്ങളത് ചെയ്യേണ്ടത്.